ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചെമ്മീൻ ഫ്രൈ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ തോലൊക്കെ നീക്കി നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ലേശം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, വലിയ ജീരകം പൊടിച്ചത് 1 സ്പൂൺ, പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ലേശം വെള്ളമൊഴിച്ച് നല്ലതുവണ്ണം ഈ മസാലയൊക്കെ ചെമ്മീനിൽ തേച്ച് പിടിപ്പിക്കണം. നല്ലതുവണ്ണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിവിടെ നല്ലതുവണ്ണം മിക്സായി വന്നിട്ടുണ്ട്. മസാലയൊക്കെ നമ്മുടെ ചെമ്മീനിലെല്ലാം നല്ലതുവണ്ണം മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓണാക്കാം. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ചെമ്മീൻ ഇതുപോലെ ഓരോന്നോരോന്നായി എടുത്തിടുക. മൊത്തത്തിലിട്ട് കഴിഞ്ഞാൽ കുഴഞ്ഞു പോവും, അല്ല ഒട്ടിയിരിക്കും. ഓരോന്നോരായി നിരത്തിയിടുക. നമുക്ക് മൺചട്ടിയിലാണെങ്കിലും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ പകുതി ചെമ്മീൻ ഞാനിവിടെ നിരത്തിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി വേഗത്തില്ല. ഇനി നമുക്കൊരു അടപ്പ് വെച്ച് മൂടി 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ 3 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. സ്പൂൺ കൊണ്ടോ ചട്ടകം കൊണ്ടോ ഇത് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് മറുപുറവും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്ത് വിടുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവർക്ക് ഷെയറും ചെയ്യുക. നമുക്കിതെല്ലാം നല്ലതുവണ്ണം ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് മറുപുറവും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് ഈ ചെമ്മീൻ ഫ്രൈ ആക്കുന്നത്. ഈ സമയം നമ്മുടെ സ്റ്റൗവിലെത്തി കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. പെട്ടെന്ന് തന്നെ ചെമ്മീൻ നമുക്ക് വെന്ത് കിട്ടുന്നതാണ്. ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്നാണ് നമ്മുടെ ചെമ്മീൻ ഇവിടെ ഫ്രൈ ആയി വരുന്നത്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഇവിടെ നല്ലതുകൊണ്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ നല്ലതുകൊണ്ട് വെന്ത് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാലൻസ് ഉള്ളതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്ത്
മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നമ്മളിനി അടുത്ത വീഡിയോയിൽ കാണാം.